Good evening, Miss. Good evening. Good evening, Miss. Good evening. Good evening, ma'am. Good evening, Miss. Good evening. എല്ലാവർക്കും മിസ്സിന് എനിക്ക് കാണുന്നില്ല. എന്താണ് ദിവ്യ? ദിവ്യ പറഞ്ഞത് മനസ്സിലായില്ല കേട്ടോ. കാണാൻ പറ്റുന്നില്ല എന്നെ? Yes, Miss. Ma'am. ഇപ്പൊ ഓക്കെ. അയ്യോ, ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രീഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. റെക്കോർഡ് ക്ലാസ് കണ്ടോ? ബാക്കിയുള്ളവര് അന്ന് കേറാൻ സാധിക്കാത്തവര് റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നോ? ഇല്ല മാം. കണ്ടിട്ടില്ല? ഇല്ല മാം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. നെക്സ്റ്റ് 8th പോയിന്റ് തുടങ്ങി നമുക്ക് നോക്കാം. എക്സ്പേർട്ട് ഇൻ വേരിയസ് സബ്ജക്ട് നമ്മൾ നോക്കിയായിരുന്നു. അത് ഫിനിഷ് ചെയ്തതല്ലേ? ആ പോയിന്റ് വരെ അല്ലേ എടുത്തു കഴിഞ്ഞത്? ആണോ? റിപ്ലൈ ഇല്ലല്ലോ. ഓക്കെ. 9th പോയിന്റ് ലൈസൺ ഓഫീസർ കേട്ടോ. An inspector should be a friendly liaison officer between the department and the field workers, a mediator linking up sprinkled educational experiences and experiments. Heart of the California University, a specialist in school administration, has enumerated 7 abilities which every administrator and supervisor should bring to an ample degree to discharge his duties well. The first is the ability to identify the especially worthwhile things that are taking place in the school system. The second is to organize the school system so that basically worthwhile things discovered are spread throughout the system. The third is to overcome the inability of others without losing their goodwill. The fourth is to set goals that are within the reach of an individual. The fifth ability is that of making everyone in the school system feel the worthwhileness of his job. The sixth is that of helping everyone in the system to grow professionally and grow in service to society. And the seventh is to make those who work for or with the administrator or supervision personally happy. അതായത് ഈ ഒരു കാര്യം, അതായത് നമ്മള് ഗുഡ് ഇൻസ്പെക്ടറുടെ ക്വാളിറ്റീസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി എന്ന്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാൻ ഓഫ് എഡ്യൂക്കേഷണൽ വിഷൻ ആണ്. സെക്കൻഡ് മാൻ ഓഫ് ഫെയ്ത്ത്, ദെൻ മാൻ ഓഫ് എക്സ്പെരിമെന്റ്സ്, മാൻ ഓഫ് പ്ലാനിങ്, മാൻ ഓഫ് സിംപതി ആൻഡ് കൺസ്ട്രക്റ്റീവ് മൈൻഡ്, ഓർഗനൈസിംഗ് കപ്പാസിറ്റി, എക്സ്പേർട്ട് ഇൻ വേരിയസ് സബ്ജക്ട്. ഓക്കെ, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദെൻ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, 9th പോയിന്റ് എന്ന് പറയുന്നത് ലൈസൺ ഓഫീസർ ആണ്. അതായത് സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആയിരിക്കണം.
ഓക്കെ, ഡിപ്പാർട്ട്മെന്റിനിടയിലും, അതായത് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിനിടയിലും അതുപോലെ തന്നെ ഫീൽഡ് വർക്കേഴ്സിനിടയിലും, അതായത് ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ നിന്നുകൊണ്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം ആര്, ഈ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാലോ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ PRO ഉണ്ടല്ലോ അവിടെ, ഇല്ലേ? PRO ഉണ്ടാവാറില്ലേ? PROനെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഹോസ്പിറ്റലില്? ഉണ്ടല്ലേ? എന്തിനു വേണ്ടിയിട്ടാ PRO വർക്ക് ചെയ്യുന്നേ? എന്താണ് അവരുടെ ഡ്യൂട്ടി? PROന്റെ ഡ്യൂട്ടി എന്താ? അതായത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നായാലും രോഗികളുടെ ഭാഗത്ത് നിന്നായാലും എന്തെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും വാദങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് PROയുടെ ഡ്യൂട്ടി. ഓക്കെ, നമ്മൾക്ക് രോഗികൾക്ക് എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് PROനെ സമീപിക്കാവുന്നതാണ്. അവർ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും രോഗികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അവർക്ക് വേണ്ടി അവകാശങ്ങൾ പോരാടി കിട്ടാനും വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം എന്ത് ഇവിടെ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതായത് രണ്ടു കൂട്ടരുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം ആര്, ഈ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോ ഒരു ഇൻസ്പെക്ടർക്ക് 7 എബിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, 7 കഴിവുകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. 7 എബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ലേസൺ ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 7 എബിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ, നിങ്ങളത് വായിച്ചാൽ മതി. ആദ്യത്തെ എബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്കൂൾ സംവിധാനത്തില് വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിവുണ്ടായിരിക്കണം. ഓക്കെ, അതായത് പലതരം കാര്യങ്ങൾ ഒരു സ്കൂളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പലതരം കാര്യങ്ങൾ ആ സ്കൂളിൽ സംഭവിക്കും അല്ലെ? അതിനകത്ത് തീർത്തും വാല്യബിൾ ആയിട്ടുള്ള മൂല്യങ്ങളുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിവുള്ള ആളായിരിക്കണം ആര്, ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത് കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ, ദെൻ രണ്ടാമത്തേത് എന്ന് പറയുന്നത് സ്കൂൾ സംവിധാനം, അതായത് ഇത്തരത്തില് വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് സ്കൂൾ സിസ്റ്റത്തിന്റെ മുഴുവൻ തലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അതായത് മൊത്തം ആ സ്കൂള് മൊത്തം അല്ലെങ്കിൽ ആ ടോട്ടൽ ആയിട്ട് ആ സ്കൂൾ സിസ്റ്റത്തിലേക്ക് ഈ വാല്യബിൾ ആയിട്ടുള്ള ഒന്നിനെ വ്യാപിപ്പിക്കണം. അതാണ് രണ്ടാമത്തേത്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് തിരിച്ചറിയണം, ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത്തേത് അത് മൊത്തമായിട്ട് എന്താ എവിടെ വായിക്കണമെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഞാൻ ഇടയിലൊന്ന് പോയി, അത് കാരണം. നോക്കി നിങ്ങൾ, ദ ഫസ്റ്റ് ഈസ് ദ എബിലിറ്റി ടു ഐഡന്റിഫൈ ദ എസ്പെഷ്യലി വർത്ത് വൈൽ. അത് തുടങ്ങി 7 എബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് ആ പാരഗ്രാഫ് പറയുന്നത് കേട്ടോ. 104 പേജിൽ നോക്കിയ ഫസ്റ്റ് പാരഗ്രാഫില് 3ാമത്തെ സെന്റൻസ് കണ്ടോ? സൂപ്പർവൈസർ ആസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്ററിന്റെ തൊട്ട് മുകളിലാണ്. അതിന്റെ മുകളിൽ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത് അത് സ്കൂൾ സിസ്റ്റം മൊത്തമായിട്ടും സ്പ്രെഡ് ചെയ്യിപ്പിക്കണം. ദെൻ 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സഹായം ഇല്ലെങ്കിൽ പോലും സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, ചിലപ്പോൾ ഇൻസ്പെക്ടർക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം കിട്ടിയില്ലെന്ന് വരാം. പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണോ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും അല്ലെ? അപ്പോ അത് നിയന്ത്രിക്കാനുള്ള പ്രാപ്തി ആർക്കുണ്ടായിരിക്കണം? ഒരൊറ്റയാൾ പട്ടാളമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ടായിരിക്കണം? ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് 3 പോയിന്റ് കേട്ടോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, ദെൻ 4ാമത്തേതെന്ന് പറയുന്നത് ഈ ഒരു സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ പല ആളുകൾക്കായിട്ട് ജോലി ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, ഇൻസ്പെക്ഷൻ സമയത്തോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടോ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ള മോട്ടിവേഷൻ കൊടുക്കണം. ഓക്കെ, വെറുതെ എന്ത് ചെയ്യാ,
ഗുഡ് ഈവനിങ് തമന്ന. വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല, ജോലി കൊടുക്കാൻ പാടില്ല. ആ ജോലിയുടെ കൂടെ എന്ത് കൊടുത്തിരിക്കണം, അവർക്കത് ചെയ്യും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും മോട്ടിവേഷനും കൊടുത്തിരിക്കണം. അതാണ് 4ാമത്തെ പോയിന്റ്. നെക്സ്റ്റ് വൺ, 5ാമത്തെ എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് വൺ ഒന്നുകൂടെ പറയണം. അതായത് എല്ലാവർക്കും ജോലികളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ജോലികള് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മോട്ടിവേഷൻ കൂടി ഇൻസ്പെക്ടർ കൊടുത്തിരിക്കണം. മോട്ടിവേഷൻ കൊടുക്കണം. ഓക്കെ. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു സ്കൂൾ സിസ്റ്റത്തില് നമ്മളിപ്പോ ഈ ഒരു എന്താ പറയുക, ഇൻസ്പെക്ടർ വാല്യബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്തു, അത് സ്പ്രെഡ് ചെയ്തു, അത് എന്താണ് പ്രവർത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് ജോലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ, അതായത് എല്ലാവർക്കും ജോലികളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ആര്? ഇൻസ്പെക്ടർ. ഓക്കെ. അപ്പൊ നല്ലൊരു കാര്യം, നല്ലൊരു പ്രവൃത്തി സ്കൂളിനെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആരാണ്? ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടിയാണ്. അതാണ് 5ാമത്തെ പോയിന്റ് കേട്ടോ. 6th പോയിന്റ് എന്ന് പറയുന്നത്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ വളർത്തിയെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ. ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്, അതായത് സ്വാർത്ഥമായിട്ടുള്ള ചില ആളുകൾ ഉണ്ടല്ലേ, ഭയങ്കരമായിട്ട് സെൽഫിഷ് ആയിരിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള മൈൻഡോട് കൂടി ആയിരിക്കരുത് ഇൻസ്പെക്ടേഴ്സ് പ്രവർത്തിക്കേണ്ടത്. സമൂഹത്തിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ വളർത്തിയെടുക്കുക. അത് സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും അവരെ ഗ്രോ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ പൊതുസമൂഹത്തിന് നല്ലത് വരുത്തക്ക രീതിയിൽ ആളുകളെ വളർത്തിയെടുക്കേണ്ടത് ആരാണ്? ഇൻസ്പെക്ടറാണ്. തമന്ന, ഞാൻ പറയുന്നത് ഒരു 10th പോയിന്റ് ഉണ്ട്, ക്വാളിറ്റി ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നതില്. ആ 10th പോയിന്റിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ട് മുകൾ ഭാഗത്ത്. 104ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. അതിനകത്ത് ഇൻസ്പെക്ടറിന്റെ 7 എബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. ആ പാരഗ്രാഫിൽ ഇങ്ങനെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, മൊത്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയുന്നതാണ് ഞാൻ. ഓക്കെ. അപ്പോ എന്താ പറഞ്ഞ 6ാമത്തെ പോയിന്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ആളുകളെ വളർത്തിയെടുക്കുക. അത് സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും സമൂഹത്തിന് കോൺട്രിബ്യൂഷൻസ് നൽകാൻ വേണ്ടിയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത് ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആളുകൾക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവര് സന്തോഷകരമായിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല എൻവയൺമെന്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതും ഇൻസ്പെക്ടറുടെ ഗുഡ് ക്വാളിറ്റിയാണ്. ഓക്കെ. നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ആരുടെ ക്വാളിറ്റി? ഇൻസ്പെക്ടറുടെ ക്വാളിറ്റി. ഓക്കെ. അപ്പൊ ഈ 7 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിനകത്ത് പറയുന്നുണ്ട് 5th പോയിന്റ് 6th പോയിന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ 10th പോയിന്റ് ആണ്. 10th പോയിന്റ് എന്ന് പറയുന്നത്, സൂപ്പർവൈസർ ആസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. അതായത് സൂപ്പർവൈസർ എന്ന് പറയുന്ന ആൾക്ക് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ കൂടി ആകാനായിട്ട് കഴിയും. അപ്പൊ അതിനകത്ത് ചില സ്കില്ലുകൾ വരുന്നുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. എക്സ്പെർട്ട് ഇൻ പ്ലേയിങ് വേരിയസ് റോൾസ് ഇൻക്ലൂഡ്, അതായത് കുറെ അധികം റോളുകൾ ആർക്കുണ്ട്? ഈ ഒരു എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആൾക്കുണ്ട്, ഒരു സൂപ്പർവൈസർ ആയിട്ട് നിന്നുകൊണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ അധികാരങ്ങളാണ്, പവേഴ്സ് ആണ് അയാൾക്കുള്ളത്? ഒന്ന് അപ്പോയിന്റ്മെന്റ് ആണ്. ഓക്കെ. അപ്പോയിന്റ്മെന്റ്. ദെൻ പ്രൊമോഷൻ and transfer of the teaching, non-teaching and the inspecting staff, their performance, appraisal and the disciplinary control. Okay, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് ഒന്ന് അപ്പോയിന്റ്മെന്റ് വരും, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ ടീച്ചിങ്, നോൺ ടീച്ചിങ് ആൻഡ് the inspecting staff, their performance, appraisal and the disciplinary control.
ദെൻ രണ്ടാമത്തത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആ ഒരു ഭരണം. അതിനകത്ത് വരുന്നത് സാങ്ഷനിങ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഗ്രാന്റ് ഇൻ എയ്ഡ്, ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് സാലറീസ്, ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. അതായത് എന്താ പറയാ, ഗ്രാന്റ് ഇൻ എയ്ഡുകള് സ്കൂളുകളിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സാലറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുക, ഓഡിറ്റ്, അതുപോലെ അക്കൗണ്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ദെൻ മൂന്നാമത്തത് ഡീലിംഗ് വിത്ത് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അറ്റൻഡിങ് ടു ക്വാസി ജുഡീഷ്യൽ കേസ്. അതായത് മാനേജ്മെന്റും ടീച്ചേഴ്സും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതും ഡ്യൂട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കേസുകളോ മറ്റോ ഉണ്ടെങ്കിൽ, ഇപ്പൊ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ വിളിക്കുവാണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ഡീലിംഗ് വിത്ത് ലോക്കൽ ബോഡീസ് ആൻഡ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മാനേജ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് ഇദ്ദേഹമാണ് കേട്ടോ. ഓക്കെ, അപ്പോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ഒരു പഞ്ചായത്തിന്റെ കീഴിലാണ് സ്കൂൾ വരിക അല്ലെ, ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ അങ്ങനെയുള്ള ഇതിന്റെ കണ്ടറിലാണ് വരിക. അപ്പൊ അവരുടെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സഹായം കൂടാതെ ഒരു സ്കൂളിന് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല, പലവിധ സഹായങ്ങളും അന്യോന്യം ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, 4 പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 11th പോയിന്റ് ആണ് റോൾ ആസ് എ സൂപ്പർവൈസർ ആൻഡ് ഇൻസ്പെക്ടർ. Okay, a supervisor should be able to provide academic captainship and technical advice for advancing the teaching learning process. അതായത് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അക്കാദമിക് തലത്തിലുള്ള നേതൃത്വവും അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതിൽ കഴിവുള്ള ആളായിരിക്കണം. ഓക്കെ, അപ്പൊ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ കുറച്ച് സ്കില്ലുള്ള ആളായിരിക്കണം, അതുപോലെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അറിവുണ്ടായിരിക്കണം, ദെൻ അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു നേതാവായിരിക്കാനുള്ള തക്ക ശേഷിയും ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് റോൾ ആസ് എ സൂപ്പർവൈസർ ആൻഡ് ഇൻസ്പെക്ടർ. ദെൻ 12th പോയിന്റ് നമുക്ക് നോക്കാം, റോൾ ആസ് പ്രൊഫഷണൽ ലീഡർ ആൻഡ് ഇന്നോവേറ്റർ. He must be an expert in organizing direction programs, refresher courses, in service training programs, diffusion of new ideas and popularization of tested good practices, encouraging experiments and other innovations. Okay, അതായത് പലതരത്തിലുള്ള എന്താ പറയാ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പോ അതിനൊരു ലീഡറായിട്ട് നിൽക്കുക, സ്കൂളുകളിലായാലും അല്ലെങ്കിൽ സ്കൂളിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള പ്രോഗ്രാമുകളും സെമിനാറുകളും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ലീഡറായിട്ട് നിൽക്കുക, അതുപോലെ തന്നെ അധ്യാപകർക്ക് പുതിയ പുതിയ ടീച്ചിങ് മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ലേണിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമാകുക, അതുപോലെ തന്നെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന അധ്യാപകർക്ക് പുതിയ ട്രെയിനിങ് കൊടുക്കുക, ദെൻ അതുപോലെ തന്നെ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ പുതിയ പുതിയ മോഡലുകൾ, അതായത് ഓരോ സ്കൂളുകളിലും വിജയിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള പുതിയ പുതിയ മോഡലുകൾ അധ്യാപകർക്ക് പരിചയപ്പെടുത്തുക. ഇതൊക്കെ ആരാണ്, എന്തായിട്ടാണ് നിൽക്കേണ്ടത്? ഈ വ്യക്തിയാണ് ഇതിനൊക്കെ ഒരു മേൽനോട്ടക്കാരനായിട്ട് നിൽക്കേണ്ടത്. ദാറ്റ് ഈസ് റോൾ ആസ് പ്രൊഫഷണൽ ലീഡർ ആൻഡ് ഇന്നോവേറ്റർ. പുതിയ പുതിയ ആശയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് നേതൃത്വമുള്ള ഒരു വ്യക്തിയായിരിക്കണം, അതുപോലെ തന്നെ പുതിയ പുതിയ ടീച്ചിങ് മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തക്ക എബിലിറ്റി ഉള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? 12ാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? ദെൻ 13ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. Role as development generalist and planner. This implies competent training and efficiency in cooperating and collaborating with other departments in the overall development planning of the district,
formulating construction and evaluating educational plans at the district regional level, guiding and promoting programs at the institutional level. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? ക്ലിയർ ആണോ? മനസ്സിലായോ? വേണ്ട രീതിയിൽ ട്രെയിനിങ് ഉള്ള ആളായിരിക്കണം, അതുപോലെ തന്നെ എഫിഷ്യൻസി ഉണ്ടായിരിക്കണം, പിന്നെ മറ്റുള്ള വകുപ്പുകളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആളായിരിക്കണം. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും അതിന് ബന്ധം ഉണ്ടാകും. അപ്പോൾ അവരുമായിട്ട് സഹകരിക്കാനുള്ള ഒരു മൈൻഡ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ജില്ല അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ച് അവരുടെ ടോട്ടൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്താ പറയാ കൗൺസിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികളൊക്കെ ഇല്ലേ, പ്രോഗ്രാമുകളൊക്കെ ഇല്ലേ, അതിനകത്ത് പങ്കുവഹിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഒരു ജില്ലയിൽ പല സ്കൂളുകൾ ഉണ്ടാവുക അല്ലെ, അപ്പൊ ആ സ്കൂളുകളുടെയൊക്കെ മൊത്തം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോകുന്ന ആളായിരിക്കണം. ഓക്കെ, ഇപ്പോ നമുക്കറിയാം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തില് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ പല കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് ഒരു ജില്ലയുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ കുറിച്ച്. അപ്പോ അവിടെ ഈ ഒരു സ്കൂളിനെയോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്, ഈ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഒരു ജില്ല അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിന്റെ മൊത്തം എന്താ പറയാ ടോട്ടൽ ആയിട്ട് അതിന്റെ ഡെവലപ്മെന്റില് സഹായിക്കുന്ന വ്യക്തി ആരാണ്? ഇൻസ്പെക്ടറാണ്. ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, role as a bridge builder between the school and the community. A supervisor should be adroit in fostering good public relations, securing community participation for improving and developing educational institution, making institution conscious of the one who serve the community better. എന്താ ഇവിടെ പറയുന്നത്? ബ്രിഡ്ജ് ബിൽഡർ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒരു പാലമായിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടൊക്കെ ഒരു പാലം പോലെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മീഡിയേറ്റർ പോലെ പ്രവർത്തിക്കണം, അതുപോലെ തന്നെ ഒരു പാലമായിട്ട് കൂടുതൽ സൊസൈറ്റിക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് ബിൽഡർ ആയിട്ട് ആര് പ്രവർത്തിക്കണം? ഇൻസ്പെക്ടർ പ്രവർത്തിക്കണം. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇതൊക്കെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനി അടുത്തത് വരുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നിങ്ങളൊന്ന് വായിക്കുക, ആദ്യം മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ടേഴ്സ്. ഓക്കെ, ആദ്യം മൈൻഡിൽ റീഡ് ചെയ്യുക കേട്ടോ. വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം.
ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? തമന്നയ്ക്ക് എന്താ മനസ്സിലായത്? മാം ഫസ്റ്റ് their own എക്സ്പീരിയൻസ് വരെ ഒരുവിധം മനസ്സിലായി. പറയട്ടെ, മനസ്സിലായ പോലെ പറയാട്ടോ. അതിന് പറയുന്നതെന്ന് വെച്ചാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാവേ മാം. മതി മതി, പോയിന്റ്സ് പറഞ്ഞാൽ മതി. ഒരു ഇൻസ്പെക്ടറിനെ സെലക്ട് ചെയ്യുമ്പം രണ്ടാമത്തെ, ഇറ്റ് ഈസ് വെരി ഇംപെറേറ്റീവ് ദാറ്റ് സഫിഷ്യന്റ് കെയർ ഈസ് ടേക്കൺ ഇൻ ദ സെലക്ഷൻ ഓഫ് ദ ഇൻസ്പെക്ടിംഗ് പേഴ്സണൽ. അതായത് ഒരു ഇൻസ്പെക്ടറിനെ സെലക്ട് ചെയ്യുമ്പം വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി മാത്രം ഒരു ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിൽ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്നത് പ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം ഒരു ഇൻസ്പെക്ടർ ആയിരിക്കേണ്ട ആളെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഹൈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാളായിരിക്കണം. ഏതിൽ? ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതേപോലെ ഏകദേശം ഒരു 10 വർഷം, കുറഞ്ഞത് 10 വർഷം സ്കൂളിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്ക് ഒരു ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരാൾ, പ്രധാന അധ്യാപകനായിരുന്ന ഒരാളായിരിക്കണം. പിന്നെ ഒരു 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്നത് പ്രകാരം ഒരു 3 കാറ്റഗറീസ് അവർ പറയുന്നുണ്ട്. ഈ 3 വിഭാഗത്തിൽ പെടുന്ന ആർക്ക് വേണമെങ്കിലും ഏകദേശം ഒരു 3 to 5 വർഷം എന്ത് ചെയ്യാം, ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യാം. ആ 3 കാറ്റഗറി ഏതാന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ടീച്ചേഴ്സ് വിത്ത് 10 years എക്സ്പീരിയൻസ്. 10 വർഷം ടീച്ചറായിട്ട്, അല്ലെങ്കിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്ത ഒരാള്, അല്ലെങ്കിൽ ഹൈസ്കൂളിലെ HM ആയിരുന്നു, പ്രധാന അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരാള്, അതും അല്ലെങ്കിൽ ട്രെയിനിങ് കോളേജിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റാഫ്. ഇവർക്ക് നമ്മുടെ ഈ 3 കാറ്റഗറീസ് ആണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പ്രകാരം ഇവർക്ക് ഏകദേശം ഒരു 3 to 5 അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഈ ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് അവരെ ഇത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാണ് മെയിൻ ആയിട്ട് ഒരു ഇൻസ്പെക്ടർ പൊസിഷൻ എന്ന് പറയുന്നത്? അവിടുത്തെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ടു അസസ് ദ പ്രോബ്ലംസ് ഓഫ് ദ സ്കൂൾസ് വിത്ത് ഗ്രേറ്റർ അപ്രിസിയേഷൻ ഓഫ് ദ റിയാലിറ്റീസ് ഫ്രം ദെയർ ഓൺ എക്സ്പീരിയൻസ്. അതെ, ഇൻസ്പെക്ടർ അവർ വർക്ക് ചെയ്യുന്ന പ്രകാരം ഓരോ സ്കൂളുകളിലെ പ്രോബ്ലംസ് എന്താണ്, സ്കൂളിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളെന്ന് സ്വയം അനുഭവത്തിലൂടെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും.
അപ്പോ ശരിയാണ്. അപ്പൊ ഇൻസ്പെക്ടറുടെ സെലക്ഷൻ ആണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അല്ലെ. ഇതിനകത്ത് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അല്ലെ. ഒരു പ്രധാനപ്പെട്ട ചുമതലയായതുകൊണ്ട് അതിൽ യോഗ്യരായിട്ടുള്ള വ്യക്തികളെയാണ് അതിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് പരിശോധന നടത്തലാണ്. അപ്പോ അതിനുള്ള ക്വാളിറ്റീസും കാര്യങ്ങളും ഒക്കെ ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ നൽകിയ ശുപാർശ, അവരുടെ ഒരു സജഷൻ അനുസരിച്ചിട്ട് ഇൻസ്പെക്ടറായി തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ഹയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. ഉദാഹരണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ബിരുദാനന്തര ബിരുദം അല്ലെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അതോടൊപ്പം ടീച്ചേഴ്സ് ട്രെയിനിങ് കൂടി ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ആയിരിക്കണം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ ആണ് അദ്ദേഹത്തിന്റെ. കൂടാതെ വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ കുറഞ്ഞത് 10 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 10 വർഷം സ്കൂളുകളിൽ പഠിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കണം. കുറഞ്ഞത് 10 വർഷമെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അനുഭവ സമ്പത്ത് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുറഞ്ഞത് 3 വർഷമെങ്കിലും ഹെഡ് മാസ്റ്റർ ആയിട്ട് ജോലി ചെയ്ത ഒരാളായിരിക്കണം. അപ്പൊ വെറുതെ ഒരാൾക്ക് കയറി ആരാകാൻ പറ്റില്ല. ഇൻസ്പെക്ടർ ആകാൻ പറ്റില്ല അല്ലെ. ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു പേടിയാണ്. അപ്പൊ ഇത്രയും അധികം എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉള്ള ഒരു വ്യക്തിയാണ് ആര്, ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്കൂളുകളിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും പഠിപ്പിച്ച വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് 3 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള വ്യക്തി കൂടി ആയിരിക്കണം ആര്, ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇൻസ്പെക്ടർമാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനൽ ഉണ്ട്. ആ പാനലില് 3 തരത്തിലുള്ള ആളുകളാണ് വരിക. നമുക്കറിയാലോ, ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനൽ അപ്പോയിന്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ഇൻസ്പെക്ടറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു പാനലില് വരുന്ന 3 വിഭാഗം ആളുകൾ എന്ന് പറയുന്നത്, ഒന്ന് 10 വർഷം പരിചയമുള്ള അധ്യാപകർ. ഓക്കെ, കുറഞ്ഞത് 10 വർഷമെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ്. അതുപോലെ തന്നെ ട്രെയിനിങ് നേടിയിട്ടുള്ള ഇൻസ്പെക്ടർമാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് നേടിയിട്ടുള്ള ഹെഡ് മാസ്റ്റർമാര്. ഓക്കെ, പിന്നെ 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ട്രെയിനിങ് കോളേജുകളിൽ നിന്നുള്ള യോഗ്യതയുള്ള സ്റ്റാഫുകൾ. അപ്പൊ ഈ 3 വിഭാഗം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാനല് ക്രിയേറ്റ് ചെയ്ത് അവരാണ് ഇൻസ്പെക്ടേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ആളെയും തെരഞ്ഞെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഗവൺമെന്റ് അതോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പല ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ പാനലുകളുണ്ട്. അപ്പോ ഇൻസ്പെക്ടറെയും തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയും എന്തുണ്ട്, ഒരു പാനൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിനോടനുബന്ധിച്ച് കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങള്, ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഇൻസ്പെക്ടർമാർക്ക് 3 മുതൽ 5 വർഷം വരെ ഇൻസ്പെക്ടറായി ജോലി ചെയ്യാൻ അനുവാദം കൊടുക്കണം. അപ്പൊ തെരഞ്ഞെടുത്താൽ മാത്രം പോരാ, ഒരു കുറച്ചു നാളത്തേക്കൊന്നല്ല, ഒരു 3 തുടങ്ങി 3 to 5 years വരെ അവര് ഇൻസ്പെക്ടറായിട്ട് അവരെ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് അവർക്ക് പെർമിഷൻ കൊടുക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം, അതായത് ഇൻസ്പെക്ടർ ആയിട്ട് ജോലി ചെയ്തതിന് ശേഷം, ചിലപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് 3 തുടങ്ങി 5 വരെയാണ് മാക്സിമം പോകുന്നത് ഒരാൾ ഇൻസ്പെക്ടർ ആവുന്നത്. അതിനുശേഷം മറ്റാളുകളെ അതിനകത്തോട്ട് അപ്പോയിന്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ജോലി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന് തിരിച്ച് ഒന്നല്ലെങ്കിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് ജോലി ചെയ്യണ്ടേ? വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല, എപ്പോഴും ഇൻസ്പെക്ടർ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ഈ ജോലി ഇദ്ദേഹത്തിന്റെ തീർന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷൻ കൂടി നൽകേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള, അതായത് കുറെ കാര്യങ്ങൾ, അതായത് ഇത്തരത്തില് ഇങ്ങനെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ആളെയാണ് എന്താ പറയാ ഇതിനകത്തോട്ട് അപ്പോയിന്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ജോലി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകാനായിട്ട് ഇവർക്ക് പെർമിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു.
ഇതിലൂടെ അവർക്ക് സ്കൂളുകളുടെ റിയാലിറ്റീസ് ബോധ്യപ്പെടുകയും അതുപോലെ തന്നെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുകയാണ് ഇങ്ങനെ ചില കണ്ടീഷൻസ് വെക്കുന്നതിലൂടെ കേട്ടോ. അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോ എളുപ്പമുള്ള ഭാഗമല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനൊക്കെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഇതാണ്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, എത്ര വർഷം എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ താഴത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് സക്കീർ ഹുസൈൻ കമ്മിറ്റി. സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ് ഇൻസ്പെക്ടർ എന്ന പദത്തിന് പകരം, ഇൻസ്പെക്ടർ എന്ന വേർഡിന് പകരം സൂപ്പർവൈസർ എന്ന വേർഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ അവരാണത് ശുപാർശ ചെയ്തത്, സജസ്റ്റ് ചെയ്തത്. ഇൻസ്പെക്ടർ എന്ന പദത്തിന് പകരം എന്ത് ഉപയോഗിക്കാം, സൂപ്പർവൈസർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാം എന്ന് സജസ്റ്റ് ചെയ്ത കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാ ആൻസർ ആയിട്ട്? ഏത് കമ്മിറ്റിയാ? സക്കീർ ഹുസൈൻ കമ്മിറ്റി കേട്ടോ. സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ് ഇൻസ്പെക്ടർ എന്ന പദത്തിന് പകരം സൂപ്പർവൈസർ എന്ന വേർഡ് ഉപയോഗിക്കാമെന്ന് സജസ്റ്റ് ചെയ്ത കമ്മിറ്റി. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള സ്കൂളുകൾക്ക് എന്ന് പറഞ്ഞാല് നല്ല ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനും അതുപോലെ തന്നെ സൂപ്പർവിഷനുമാണ് ആവശ്യമെന്ന് സക്കീർ ഹുസൈൻ കമ്മിറ്റി സജസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ അവരാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. ഓക്കെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. വേർഡ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്കൂള് പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും സ്കൂളുകൾ പരിശോധിക്കേണ്ട ആവശ്യകത എന്താണ്, അതായത് കുട്ടികളുടെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നതെന്ന് ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ നിയമങ്ങൾക്ക്, അതായത് സ്കൂളുകൾക്ക് പൊതുവായിട്ടുള്ള ചില ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഇൻസ്പെക്ഷൻ മുന്നോട്ട് പോകാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ സ്കൂളിന്റെ നിയമങ്ങൾക്കും നിയമ നിർദ്ദേശങ്ങൾക്കുമുള്ള അതനുസരിച്ച് സ്കൂളിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇൻസ്പെക്ഷന്റെ പ്രധാന ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് റിജിഡ് ആയിട്ടുള്ള സ്വഭാവം ഉള്ളതാണ്. അതായത് കുറച്ച് എന്താ പറയാ, നമ്മൾക്ക് കുറച്ച് റഫായിട്ട് തോന്നാം. ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻസ്പെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്കൂളുകാർക്കും പേടിയാണ്, കുട്ടികൾക്കും പേടിയാണ്. അപ്പോ ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വേർഡ് കൊണ്ട് തന്നെ നമുക്ക് അതൊരു റിജിഡ് സ്വഭാവം ഉള്ളതാണ്, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചും കൂടി കാഠിന്യം കൂടിയ ഈസി ടാസ്ക് അല്ല ആ ഒരു പദം കേട്ടാൽ. അപ്പൊ ആ ഒരു കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു എന്താ പറയാ കമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കൽപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഇൻസ്പെക്ഷന്റെ ഇത് വരിക. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്ന ഒരു സ്കൂളിൽ ഉണ്ടാവുക. ആണോ? ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണോ ഇൻസ്പെക്ഷൻ നടത്തുന്ന വേളയിൽ ഉണ്ടായിരിക്കുക? ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണോ അല്ലെങ്കിൽ ഓർഡർ പോലെയാണോ വരിക? എന്താ ഉണ്ടാവുക? ഓർഡർ പോലെയാണ് വരിക അല്ലെ? ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു റിജിഡ് നേച്ചർ ആണെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇൻസ്പെക്ടർമാരും അവരുടെ ക്വാളിഫിക്കേഷനും പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇൻസ്പെക്ഷൻസ് നടത്തുന്നത്. പിന്നെ എന്താ പറയാ, അധ്യാപകർക്ക് അതായത് ടീച്ചേഴ്സിന് പെട്ടെന്ന് തിടുക്കത്തില് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടാനൊന്നും പറ്റില്ല. കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ പ്ലാൻ ചെയ്യാതെ ആയിരിക്കും ഇൻസ്പെക്ടേഴ്സ് വരുന്നത്. പക്ഷെ ടീച്ചേഴ്സിന് ഒരു കാലേ കൂട്ടിയുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു പ്രീ പ്ലാനിങ് ഉണ്ടെങ്കിലാണ് ആ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻസ്പെക്ടർമാര് വരുമ്പോൾ അവർ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്, പ്രധാനമായിട്ടും അവർ പരിശോധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു സ്കൂളിലെ എന്തൊക്കെ നിയമങ്ങളുണ്ട്, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഉള്ളത്, അത് പ്രധാനമായിട്ടും ഇവർ പരിശോധിക്കുന്നതാണ്. പിന്നെ ബിൽഡിംഗ് കണ്ടീഷൻ, ഒരു സ്കൂളിന്റെ കെട്ടിട പരിപാലനം, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിന്റനൻസ് അല്ലെ? സ്കൂൾ മാനേജ്മെന്റിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എല്ലാവരും തന്നെ, എല്ലാവരുടെയും പാർട്ട് 4 കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി ഇല്ലേ? MT80 പാർട്ട് 4 സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് അല്ലെ? ക്ലാസ് റൂം മാനേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് വരുന്നത് പ്രിമൈസസ് ആൻഡ്
ബിൽഡിംഗ് മെയിന്റനൻസ് ആണ്, കെട്ടിട പരിപാലനം അല്ലെ. ഒരു സ്കൂളിൽ എങ്ങനെ കെട്ടിടങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം, വാട്ടർ ടാങ്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഗാർഡനിങ് എങ്ങനെ നടത്താം, അതുപോലെ തന്നെ ടോയ്ലറ്റുകൾ എങ്ങനെ ക്ലീൻ ആക്കാം, അതുപോലെ തന്നെ ഇലക്ട്രിക് സിസ്റ്റം അല്ലെ, ഒരു സ്കൂളില് ഫാൻ അല്ലെങ്കിൽ ലൈറ്റുകൾ ഇടാൻ വേണ്ട സ്വിച്ചസും കാര്യങ്ങളും, ഇതൊക്കെ ആ ഒരു പ്രൊമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിന്റനൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളതാണ്. അപ്പോ ആ ഒരു കാര്യം അല്ലെങ്കിൽ ബിൽഡിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാനായിട്ടും കൂടിയാണ് ആര് വരുന്നത്, ഇൻസ്പെക്ടേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ എക്യുപ്മെന്റുകൾ, ഒരു സ്കൂള് പ്രവർത്തിപ്പിക്കാൻ ധാരാളം എക്യുപ്മെന്റുകൾ ആവശ്യമാണ്. അപ്പൊ അതിന്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടേഴ്സ് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് സമയത്താണോ വരുന്നത്, കറക്റ്റ് സമയത്താണോ പോകുന്നത്, അവർ പ്രോപ്പർ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണോ വീടുകളിലേക്ക് അവർ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവര് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികള്, ഇതൊക്കെ അവര് നോക്കും. പിന്നെ അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ റെക്കോർഡ്സ്, അക്കൗണ്ട്സ്, ഗവൺമെന്റിന്റെ ഗ്രാന്റുകൾ അല്ലെ, ഗവൺമെന്റ് തരുന്ന ഗ്രാന്റുകൾ ഉണ്ട്, പലതരത്തിലുള്ള എമൗണ്ടുകൾ ഗവൺമെന്റ് സ്കൂളുകൾക്കായിട്ട് അനുവദിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അനുവദിച്ചു കൊടുക്കുന്ന തുക കുട്ടികൾക്ക് വേണ്ടിയും ആ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടാണോ ചെലവാക്കിയത്, അല്ലെങ്കിൽ ആ സ്കൂളിന്റെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തി അത് ഏതെങ്കിലും കാര്യത്തിന് തിരിച്ചു മറിച്ച് ആ ഒരു പണം ഇതാക്കിയോ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു സ്കൂളിൽ ഇന്ന ഗ്രാന്റ് കിട്ടിയത് ഇന്നൊരു കാര്യത്തിനാണ്, അങ്ങനെ ആ കാര്യത്തിന് വേണ്ടി മാത്രമാണോ അത് ചെലവാക്കിയെന്നൊക്കെ ആര് നോക്കാറുണ്ട്, ഇൻസ്പെക്ടേഴ്സ് നോക്കാറുണ്ട്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ദെൻ ബിൽഡിംഗ് കണ്ടീഷൻ, ദെൻ എക്യുപ്മെന്റ്, ദെൻ സ്റ്റാഫ്, രജിസ്റ്റേഴ്സ്, റെക്കോർഡ്സ്, അക്കൗണ്ട്സ്, ഗവൺമെന്റ് ഗ്രാന്റ്സ്. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് സാറ്റ്ലർ കമ്മീഷൻ ഒരു കാര്യം പറയുന്നുണ്ട്. സാറ്റ്ലർ കമ്മീഷൻ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ എന്ന് വായിക്കൂ കേട്ടോ നിങ്ങള്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഒന്ന് റീഡ് ചെയ്യാം, ഇത് പറഞ്ഞുതരാം.
ഓക്കെ, കഴിഞ്ഞോ? അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് ഇൻസ്പെക്ടർ വന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു പോവുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കണ്ടീഷൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ്, പൊസിഷൻ ഓഫ് സ്റ്റാഫ്, രജിസ്റ്റർ, റെക്കോർഡ്സ്, അക്കൗണ്ട്സ്, ഗവൺമെന്റ് ഗ്രാന്റ്സ്. ഇത് മുഴുവൻ ഇമ്പോർട്ടന്റ് അല്ലേ? മൊത്തം ഇമ്പോർട്ടന്റ് ആണോ? ഇത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. അല്ല, അതിന് തൊട്ട് മുമ്പത്തെ പോർഷൻ മുഴുവൻ വേണോ? സക്കീർ ഹുസൈൻ കമ്മിറ്റി ഏത് വേർഡ് ആണെന്ന് ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അത് മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് ചുരുക്കിയാണ് പറയുന്നത്. പാരാവാരം പോലെ വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വായിച്ചു കഴിഞ്ഞോ നിങ്ങളുടെ എല്ലാം വായിച്ചോ? നിങ്ങള് കഴിഞ്ഞായിരുന്നോ? ഓക്കെ. അതായത് പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ്. ആ കമ്മിറ്റികൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അത് ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് സാഡ്ലർ കമ്മീഷനാണ്. 1999 സാഡ്ലർ കമ്മീഷൻ. അപ്പോ സാഡ്ലർ കമ്മീഷൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അവര് പറഞ്ഞു വെക്കുന്ന കാര്യം, ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഒട്ടുമിക്ക സമയത്തും പെട്ടെന്ന് നടക്കുന്ന ഒന്നാണ്. ചിലപ്പോ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒന്നായിരിക്കും ഇൻസ്പെക്ഷൻ. പെട്ടെന്നായിരിക്കും ഇൻസ്പെക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പോ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ആ സ്കൂളിലെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർക്ക് ഒന്നും ചിലപ്പോ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനോ ഒന്നും തന്നെ പറ്റിയെന്ന് വരില്ല. തീർത്തും അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ് ഇൻസ്പെക്ഷൻ എന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? സാഡ്ലർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ധൃതി പിടിച്ച് നടത്തുന്ന ഒന്നാണ് ഇൻസ്പെക്ഷൻ. അതുപോലെ തന്നെ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ടൈപ്പാണ് എന്ത്? ഇൻസ്പെക്ഷൻ എന്നാണ് സാഡ്ലർ കമ്മീഷൻ പറയുന്നത്. 1919, അതായത് 1919 സാഡ്ലർ കമ്മീഷൻ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഓക്കെ. പിന്നെ സാഡ്ലർ കമ്മീഷന്റെ മറ്റൊരു പേര്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ കേട്ടോ. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് സാഡ്ലർ കമ്മീഷന്റെ മറ്റൊരു പേര്. മിസ് ഒന്നും കൂടെ പറയോ? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. കൽക്കട്ട, വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ട കേട്ടിട്ടില്ലേ നിങ്ങള്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഹാർത്തോങ് കമ്മിറ്റിയാണ്. ഹാർത്തോങ് കമ്മിറ്റി അത് 1929 ഹാർത്തോങ് കമ്മിറ്റി. HARTOG ഹാർത്തോങ്. ഹാർത്തോങ് കമ്മിറ്റി പറയുന്നതിനനുസരിച്ച്, അതായത് അവര് ഒരു സ്കൂളുകളെ കുറിച്ച് പഠിച്ചു അല്ലെങ്കിൽ ഇൻസ്പെക്ഷനെ കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പഠന നിലവാരം, അതായത് കുട്ടികളുടെ എന്താ പറയാ ലേണിംഗ് സ്റ്റാൻഡേർഡ്, ആ ഒരു പഠന നിലവാരം മെച്ചപ്പെടാതെ പോകുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് അല്ലാതെ വരുന്നത് അവിടെയുള്ള സ്റ്റാഫുകളുടെ ആബ്സെൻസ് കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. സ്റ്റാഫുകളുടെ അഭാവം കൊണ്ടാണ് കുട്ടികൾ പ്രോപ്പറായിട്ട് അവരുടെ പഠനത്തില് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതെന്നാണ്
ഹാർത്തോങ് കമ്മിറ്റി പറയുന്നത്. അപ്പൊ സ്റ്റാഫുകളുടെ അപര്യാപ്തത അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ആബ്സെൻസ്, ഇപ്പൊ ടീച്ചേഴ്സ് വരാം അതിനകത്ത് കേട്ടോ. അപ്പൊ ടീച്ചേഴ്സിന്റെ കുറവ് കൊണ്ട് പ്രോപ്പർ ആയിട്ട് കുട്ടികളുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, പഠനത്തിനുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് വർദ്ധിക്കുന്നില്ല. അപ്പൊ കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ടെങ്കിലാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ പഠന നിലവാരം ഉയർത്താൻ കഴിയുള്ളൂ എന്നാണ് ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ ഓരോ റിപ്പോർട്ടിലും ഓരോരോ കാര്യങ്ങളാണല്ലോ അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഇതിനകത്ത് പറയുന്ന ഹാർത്തോങ് കമ്മിറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളുടെ ആബ്സെൻസ് കൊണ്ട് കുട്ടികളുടെ പഠന നിലവാരം കുറയുന്നതായിട്ട് ഹാർത്തോങ് കമ്മിറ്റി കണ്ടെത്തുകയും അത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഗവൺമെന്റ് എന്താ അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നേ? അവരെന്താ ചെയ്യുക? അപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്? കൂടുതൽ ടീച്ചേഴ്സിനെ കൂടുതൽ ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും അല്ലെ, അതിനുള്ള കാര്യങ്ങൾ അവര് നീക്കും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കൂൾ സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റാഫുകൾ ആവശ്യമാണെന്നാണ് അവര് മുന്നോട്ട് വെക്കുന്ന കാര്യം. ഓക്കെ, The next one is Secondary Education Commission, 1950 to 1953. Secondary Education Commission. Secondary Education Commission നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? എവിടെയോ കേട്ടതുപോലെ ഉണ്ടോ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഉണ്ടോ? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പഠിച്ചിട്ടില്ല? 10ലൊന്നും പഠിച്ചിട്ടില്ല? കേട്ടിട്ടുണ്ട് മിസ്, ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരുന്നില്ല അല്ലെ? ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ എന്ന് കേട്ടിട്ടുണ്ടോ? മുതലിയാർ കമ്മീഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ കേട്ടോ. മുതലിയാർ കമ്മീഷൻ എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ ആണ് ഇതിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച വ്യക്തി. ഓക്കെ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഇതിലൂടെയാണ് 3 ടയർ സിസ്റ്റം വന്നത്. അറിയാലോ നിങ്ങൾക്ക്, ഹൈസ്കൂൾ വിദ്യാഭ്യാസം, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2, പിന്നീട് ഡിഗ്രി. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത് നമ്മളൊക്കെ പഠിച്ചു പോകുന്ന ആ ഒരു സിസ്റ്റം ആര് കൊണ്ടുവന്നതാ? ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോ മൊത്തത്തിൽ അഴിച്ചുപണിയാണല്ലോ. ഇപ്പോ കസ്തൂരി രംഗൻ കമ്മിറ്റി പുതിയൊരു 4 വർഷ ഡിഗ്രി അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്ന രീതി ഇദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കമ്മിറ്റിയിൽ പറയുന്നതനുസരിച്ച് എന്താണ് സെക്കൻഡറി കമ്മീഷൻ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞതെന്ന് നോക്കാം, സ്കൂൾ ഇൻസ്പെക്ഷനെ കുറിച്ച്. അപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുതലിയാർ കമ്മീഷൻ 1950 to 1953. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ആ ഇൻസ്പെക്ഷൻ എടുക്കുന്ന ടൈം കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. സമയപരിധി അത് കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, സമയപരിധി കുറവാണ്. അതുപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസിയിലും കുറവുണ്ടെന്നാണ് പറയുന്നത്. ഇവർ ഒബ്സർവ് ചെയ്ത കാര്യമാണ് കേട്ടോ. ഇൻസ്പെക്ഷൻ എടുക്കുന്ന സമയം കുറവാണ്, അതുപോലെ തന്നെ അതിന്റെ കാര്യക്ഷമതയും കുറവാണ്, എഫിഷ്യൻസിയും കുറവാണ്. ആരാ ഇങ്ങനെ പറഞ്ഞേ? മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പിന്നെ അതുപോലെ തന്നെ ഇവര് പ്രത്യേകം മെൻഷൻ ചെയ്തൊരു കാര്യം, ഇൻസ്പെക്ടർമാർ വന്ന് കഴിഞ്ഞ് കുറേയധികം അവര് റുട്ടീൻ വർക്കുകളിൽ ഏർപ്പെടുന്നു. അതായത് വേണ്ട സമയം ഒബ്സർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞും കുറെ രേഖകളൊക്കെ നോക്കിയും കുറെ ആദ്യത്തെ സമയം എന്ത് ചെയ്യുന്നു, അവര് നഷ്ടപ്പെടുത്തുന്നു എന്നാ പറയുന്നത്. ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ട് ആണ് ചെയ്യേണ്ടത് അല്ലെ. നല്ല വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം, സൂക്ഷ്മമായിട്ട്
ഒബ്സർവ് ചെയ്യണം. പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം വരുന്ന ആ സമയത്ത് കുറെ സമയം അല്ലെങ്കിൽ കുറെ മണിക്കൂറുകൾ അദ്ദേഹം അവിടുത്തെ അതായത് ഓഫീസ് വർക്കുകൾ അല്ലെങ്കിൽ അവിടുത്തെ റൂട്ടീൻ വർക്കുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അതൊരു കുറവാണെന്നാണ് ഈ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സമയപരിധി കുറവാണ്, പിന്നെ അതുപോലെ കാര്യക്ഷമത കുറവാണ്, പിന്നെ അതുപോലെ തന്നെ ഇൻസ്പെക്ടർമാര് വരുമ്പോൾ അവരുടെ സമയം കുറേയധികം എന്താ പറയാ അനാവശ്യമായിട്ട് അവരതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇവരുടെ ഒരു സജഷൻ ആട്ടോ ഞാൻ പറഞ്ഞത്, എന്റേതല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത ഒരു കമ്മീഷനാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ കേട്ടോ, 1964-66. ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് അനുസരിച്ച്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇവര് ഇൻസ്പെക്ഷന്റെ കുറവുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് സൂപ്പർവിഷന് കൂടുതൽ പ്രാധാന്യം നൽകി. ഇതിനകത്ത് എന്താണ്? സൂപ്പർവിഷൻ ആണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇൻസ്പെക്ഷൻ എന്ന ആ ഒരു വാക്കിനേക്കാളും അല്ലെങ്കിൽ ആ ഒരു രീതിയേക്കാളും ഉപരി എല്ലാരും സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാത്തിനും സൂപ്പർവിഷൻ കൊടുക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഒരു ഇൻസ്പെക്ടർ വരുമ്പോൾ അദ്ദേഹം എല്ലാരും ചെക്ക് ചെയ്യുന്നു, എല്ലാവരെയും അടക്കി നിർത്തുന്നു, എല്ലാവർക്കും മേലെ പവർ കാണിക്കുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സൂപ്പർവൈസറായി നിൽക്കുക അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ കൊടുക്കുക എന്നൊരു സജഷനാണ് ഇവിടെ ആര് കൊണ്ടുവന്നത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തപ്പോൾ ഗവൺമെന്റ് ഇത് ഏറ്റെടുത്തു. എന്ത് ചെയ്തു ഗവൺമെന്റ്? എഡ്യൂക്കേഷൻ, അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പ്രധാന പരിഷ്കാരങ്ങളിൽ, പ്രധാന റീഫോംസുകളിൽ, അതായത് പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരങ്ങളിൽ ഒന്നായിട്ട് ഈ ഒരു സൂപ്പർവിഷനെ അവർ അംഗീകരിച്ചു. ആര്? ഇന്ത്യൻ ഗവൺമെന്റ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇൻസ്പെക്ഷനേക്കാൾ ഉപരി ആ ഇൻസ്പെക്ടർ സൂപ്പർവിഷൻ ആണ് നൽകേണ്ടതെന്നുള്ള ഒരു സജഷൻ ഇന്ത്യയിലെ എല്ലാ സ്കൂൾ സിസ്റ്റത്തിലും മോഡലാക്കാൻ അല്ലെങ്കിൽ മാതൃകയാക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കമ്മീഷനെ കുറിച്ച് പറഞ്ഞത്? ലാസ്റ്റ് വണ്ണിൽ പേര് ഏതാണ്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, KOTHARI, കോത്താരി. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9th-ലോ 10th-ലോ ഒക്കെ നമ്മള് ഈ കമ്മീഷൻ പഠിച്ചിട്ടാണ് നമ്മൾ പോരുന്നേ. പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. പേര് കേട്ടിട്ടുണ്ട്. അതിനകത്തുണ്ട് പ്രധാനമായിട്ട് അതൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ലക്ഷ്മണസ്വാമി മുതലിയാർ. സോഷ്യൽ സ്റ്റഡീസിലുണ്ട് തോന്നുന്നു. എന്താണ്? സോഷ്യൽ സ്റ്റഡീസില് സോഷ്യൽ സ്റ്റഡീസിൽ വരുന്നതാണ് ഇതൊക്കെ കേട്ടോ. അതിനകത്താണുള്ളത് കൂടുതൽ. പിന്നെ ഈ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതൊരു പെർമനന്റ് അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, സ്ഥിരമാണ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് സൂപ്പർവിഷൻ. ടീച്ചർമാരെ കൂടുതൽ ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സൂപ്പർവിഷൻ കൊണ്ട് സാധിക്കുന്നു. പിന്നെ നല്ല നല്ല ടീച്ചിങ് മെത്തേഡ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർവിഷൻ സഹായകരമാകുമെന്നും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ ആണോ? ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള്, പ്രധാനപ്പെട്ട കമ്മീഷനുകള്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ,
എന്തൊക്കെയാ? ഹാർത്തോങ് കമ്മിറ്റി 1929, സാഡ്ലർ കമ്മീഷൻ 1919, അതുപോലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952, 1953, അതുപോലെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964, 66. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മണ സ്വാമി മുതലിയാർ ഏത് കമ്മീഷനാ? സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊക്കെ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ടേഴ്സ്. എന്താണ് ഇൻസ്പെക്ടർമാരുടെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ്, എന്താണ് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അവരെ തെരഞ്ഞെടുക്കുന്ന പാനല്. പിന്നെ അതുപോലെ തന്നെ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഹാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദ വേർഡ് സൂപ്പർവൈസർ ഫോർ ഇൻസ്പെക്ടേഴ്സ്. ആരാണ് സൂപ്പർവൈസർ എന്ന പദം ഇൻസ്പെക്ടർക്ക് പകരമായിട്ട് ഉപയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഏതാണ് ആ കമ്മിറ്റി? സക്കീർ ഹുസൈൻ കമ്മിറ്റി. സക്കീർ ഹുസൈൻ. പിന്നെ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞല്ലേ, ഇൻസ്പെക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞേ? 10 years. 10 years എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ, പിന്നെ 3 years എന്തായിരിക്കണം? ഹെഡ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തി ആയിരിക്കണം അല്ലേ? ഓക്കെ, പിന്നെ കോളേജിൽ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫൈഡ് ടീച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതൊക്കെ നിങ്ങള് ജസ്റ്റ് ആ ഒരു എന്താ പറയാ, ഇത് മാത്രം നോക്കി വെച്ചാ മതി കേട്ടോ. പിന്നെ ആ 10th പോയിന്റില് സൂപ്പർവൈസർ ആസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ വരാം, ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ വരാം, ഡീലിംഗ് വിത്ത് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് മാനേജ്മെന്റ്, ഡീലിംഗ് വിത്ത് ലോക്കൽ ബോഡീസ് ആൻഡ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഈ ഹെഡിങ്ങുകൾ മാത്രം നോക്കി വയ്ക്കുക കേട്ടോ, എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കി വയ്ക്കുക, ഹെഡിങ്ങുകൾ മാത്രം. മിസ്സേ, ആ 6 നും 7 നും അല്ലേ ഇപ്പൊ എക്സാം? അപ്പൊ നമുക്ക് കുറച്ച് 8 ന് കുറച്ച് ഗ്യാപ്പ് ഇല്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞാല് റിവിഷൻ പോലെ ചെയ്തു തരുവോ? അതെനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ ഓഫീസില് ചോദിക്കണം കേട്ടോ. ഇല്ല, ഒരുപാട് ഗ്യാപ്പ് വരുന്നില്ല, ഏകദേശം 2 മാസത്തെ ഗ്യാപ്പ് വരുന്നില്ല. വരുന്നുണ്ടല്ലേ? ആ, ഓക്കെ, നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിക്കോളൂ. പറഞ്ഞാൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രധാനപ്പെട്ട ഓരോ പാഠത്തുനിന്ന് മിസ് തന്നെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഇതൊന്ന് നോക്കിയിരുന്നാ മതി. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. അതേപോലെ മോക്ക് ടെസ്റ്റും കൂടെ തരണേ മിസ്സേ, മോക്ക് ടെസ്റ്റുകളും കൂടെ. മോക്ക് ടെസ്റ്റ് ഇന്നൊരു 5 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, കിട്ടിയോ? ഇന്നിട്ടിരുന്നോ? ആ, ഞാൻ ഇന്ന് ഇടാൻ നോക്കിയില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, വരും കേട്ടോ, ഒരു 5 എണ്ണം. എനിക്ക് കഴുത്തിന് പാടില്ല, ഭയങ്കര പെയിൻ ആണ് നെക്ക്. അപ്പൊ അതുകൊണ്ട് 2 ദിവസമൊക്കെ ലീവായിരുന്നു. അപ്പൊ ഞാൻ നോക്കട്ടെ, തരാൻ പറ്റുമെങ്കിൽ ഇനിയും തരാം. ഒരു 5 എണ്ണം ഇപ്പൊ തൽക്കാലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വുഡ്സ് ഡിസ്പാച്ച് 1854, ചാൾസ് വുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നില്ലേ? ഫസ്റ്റ് എടുത്ത ടോപ്പിക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് അബോട്ട് ആൻഡ് വുഡ്, അവരുടെ പ്രത്യേകത ഒന്ന് നോക്കി വയ്ക്കുക. ചാൾസ് വുഡ്, വുഡ്സ് ഡിസ്പാച്ച്, അതായത് പ്രധാനമായിട്ടും വരുന്നത് കമ്മീഷനുകളെ കുറിച്ചും പിന്നെ ഇൻസ്പെക്ടറിന്റെ പ്രധാനപ്പെട്ട യോഗ്യതകള്, അതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന പോയിന്റ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ഒന്ന് അബോട്ട് ആൻഡ് വുഡ് എന്ന് പറയുന്ന ഒരു 2 പേരുണ്ട്, അതുപോലെ തന്നെ ചാൾസ് വുഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ അത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് യൂണിറ്റ് 6 സ്കൂൾ ഇൻസ്പെക്ഷൻ. മനസ്സിലായോ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി കേട്ടോ. അപർണ മിസ് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള നാളത്തെ കൂടി അല്ലേ ഫിനിഷ് ആവുള്ളൂ?
ആ നാളെയും കൂടി ഉണ്ട്. ഞാനാണ് എടുക്കേണ്ടിയിരുന്നത് ആ ചാപ്റ്റേഴ്സ്, പക്ഷെ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് മിസ്സിനെ ഏൽപ്പിച്ചത്. പിന്നെ യൂണിറ്റ് 3 നമുക്കൊന്ന് നോക്കാം. യൂണിറ്റ് 3 ഞാൻ പറഞ്ഞു തന്നായിരുന്നോ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്? പറഞ്ഞിരുന്നു മിസ്സേ. പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു, ക്ലാസ് കഴിഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് റീജ, ജിബിൻ, ദിവ്യ, സിനോജ്, പിന്നെ ആരായിരുന്നു ഉണ്ടായിരുന്നേ? വീണ പോയിന്ന് തോന്നണം അല്ലേ? ദിവ്യ, ദീപു. കഴിഞ്ഞ ക്ലാസ്സിലത്തെ ആ ഒരു ക്ലാസ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ നിങ്ങൾക്ക്? കുറച്ചു പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് അതൊന്ന് സമ്മപ്പ് ചെയ്യാവോ ആർക്കെങ്കിലും? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അല്ല, എന്നിരുന്നാലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നി എനിക്ക്. ദിവ്യ പറയാവോ? ദിവ്യ പാതി വെച്ച കേറിയ മിസ്സേ. പാതി വെച്ചാണ് കയറിയത്. ഫുൾ ആയിട്ട് ആരുണ്ടായിരുന്നു? സമീറ ഉണ്ടായിരുന്നു തോന്നുന്നല്ലോ. സമീറ ഉണ്ടായിരുന്നോ? ഇല്ല മിസ്. റീജ ഉണ്ടായിരുന്നോ? റീജ മിസ് ഞാൻ പ്രേയർ കഴിഞ്ഞിട്ടാണ് കേറിയത്. പ്രയർ കഴിഞ്ഞിട്ടാണ് കയറിയത്. ഇവിടുത്തെ ആദ്യം തുടങ്ങി പ്രയർ കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നല്ലോ. അല്ലല്ല, ക്ലാസ് പകുതിയായി വീട്ടിലെ പ്രേയർ കഴിഞ്ഞിട്ടാ കേറിയത്. ഓ ഓ ഓ ഓ. ഫാത്തിമ ഉണ്ടായിരുന്നോ? ഫാത്തിമ മിസ് ഞാനാണോ? ഫാത്തിമ ഹാരിസ് ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് നോട്ട്സ് ഇല്ല, ടെക്സ്റ്റ് ഇല്ല, ഞാൻ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ. അതെ അല്ലേ? ഒന്ന് പറയാമോ അതൊന്ന് മനസ്സിലായ കാര്യം? ഞാന് എഴുതി വെച്ചേക്കണ ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഫാത്തിമ പറയൂ. പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഇൻസ്പെക്ഷൻ അതോട്ടല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. അതിനകത്ത് അന്ന് മിസ് പറഞ്ഞത് മെയിൻ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി എന്നാ പറഞ്ഞത്. എക്സ്പ്ലനേഷൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ലെന്നാ പറഞ്ഞത്. അതിനകത്ത് ഒരു ഇൻസ്പെക്ഷന് വേണ്ട മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ജനറൽ ഗ്രോത്ത്. ഞാൻ പോയിന്റ് മാത്രമായിട്ട് മിസ് എഴുതി വെച്ചിട്ടുള്ളൂ. എക്സ്പ്ലനേഷൻ എനിക്ക് പറയാനായിട്ട് ഇപ്പൊ പറ്റൂല. അതാ ജനറൽ ഗ്രോത്ത് ഒരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ, സ്കൂളിനെ കുറിച്ചിട്ട് ഈ ഇൻസ്പെക്ടർക്ക് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, അതിന്റെ പ്രവർത്തനങ്ങള്, അവിടുത്തെ റൂൾസ് റെഗുലേഷൻസിനെ കുറിച്ച്. പിന്നെ അതുപോലെ തന്നെ ഒരു സിമ്പതി ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയും ഈ ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരിക്കണം. തേർഡ് പോയിന്റ് എഴുതിയിരിക്കുന്നത് മാത്തമാറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്നാണ്. അതായത് ഇൻസ്പെക്ടർക്ക് ഒരു നിഷ്പക്ഷ സ്വഭാവമായിരിക്കണം, ആരോടും ഫേവറിറ്റിസോ അങ്ങനെ ഒന്നും പാടില്ല. കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള കഴിവ് ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഇൻസ്പെക്ടർ നല്ലൊരു ഒബ്സർവേറ്ററും കൂടി ആയിരിക്കണം. സയന്റിഫിക് ആയിട്ട് കാര്യങ്ങള് ചെയ്യാനായിട്ടുള്ള കഴിവ് ഒരു ഇൻസ്പെക്ടർക്ക് അത്യാവശ്യമായിട്ട് വേണം. പിന്നെ ഫോർത്ത് പോയിന്റ് തറവ്നെസ് ആണ്. കേട്ടോ, സമഗ്രത എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. എല്ലാരും നോട്ട് ചെയ്ത് വെക്കുക. തൊറാനസ്. ഓക്കെ, അത് എഴുതിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ട് ചെയ്തിരിക്കണം എന്നാണ്. ഒന്നും വിട്ടുപോവാണ്ട് അയാളുടെ ആ അതോറിറ്റിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. അടുത്തത് എസ്പ്രിറ്റ് ദി കോപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഫിഫ്ത്ത് പോയിന്റ്. അതായത്
ആ ടേമിന്റെ മീനിങ് ഫീലിംഗ് ഓഫ് പ്രൈഡ് ആൻഡ് മ്യൂച്വൽ ലോയൽറ്റി ഷെയർഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് എന്നാണ്. ഒരു അതായത് മിനിറ്റ് ഒന്ന് അവർ എഴുതി എടുത്തോട്ടെ കേട്ടോ, ഒന്ന് എഴുതി എടുക്കുക നിങ്ങൾ കേട്ടോ. ആ വേർഡിന്റെ മീനിങ് ആണ് ഇപ്പോ വായിച്ചത് കുട്ടി. എസ്പ്രിറ്റി ക്രോപ്സ് എന്നാണ് പറയുന്നത്. അതിന്റെ മീനിങ് പറഞ്ഞു തരും, ഒന്നും കൂടി പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. എ ഫീലിംഗ് ഓഫ് പ്രൈഡ് ആൻഡ് പ്രൈഡ് ആണോടാ? പ്രൈഡ് പ്രൈഡ്, PRIDE, പ്രൈഡ്. ആൻഡ് മ്യൂച്വൽ ലോയൽറ്റി ഷെയർഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു പ്രാവശ്യം കൂടി പറയാം. എ ഫീലിംഗ് ഓഫ് പ്രൈഡ് ആൻഡ് മ്യൂച്വൽ ലോയൽറ്റി ഷെയർഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. അതായത് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇൻസ്പെക്ടറും അതിന്റെ താഴെ വേറെ സ്റ്റാഫുകളും ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ആ അതിന്റെ ഒരു ശരിക്കുള്ള ഒരു സക്സസിലോട്ട് അത് വരുള്ളൂ. പിന്നെ മിസ് 6th പോയിന്റ് പറഞ്ഞോട്ടെ. സിക്സ്ത് പോയിന്റ് പ്രിൻസിപ്പിൾ ഓഫ് അപ്രിസിയേഷൻ. അതായത് ഈ ഇൻസ്പെക്ടർ ആ ടീച്ചിങ് മെത്തേഡ്സിനെ അതുപോലെ ടീച്ചേഴ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അത് പഴയ മെത്തേഡ് പോലെ ഈ പഴയ മെത്തേഡിനെ പറയണത് നമ്മുടെ ടെക്സ്റ്റിൽ സൂയിസൈഡൽ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരമ്പരാഗത മെത്തേഡിനെയാണ് സൂയിസൈഡൽ യൂണിഫോമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പൊതുവെ ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, ഈ മാസ്റ്റർ അതിന്റെ താഴെ വരുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് പഴയ ഇതില്. എല്ലാം ഓർഡർ ചെയ്യുക, കമാൻഡ് ചെയ്യുക, അങ്ങനെയാണ് പഴയ രീതി. അത് മാറ്റിയിട്ട് ടീച്ചേഴ്സുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് ഇൻസ്പെക്ടർക്ക് കഴിയണം. അവരുടെ പ്രവർത്തനങ്ങളെ അപ്രിസിയേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതിനെ തിരുത്തി, സയന്റിഫിക് ആയിട്ട് തിരുത്തി അതിനെ ഇംപ്രൂവ്മെന്റിനുള്ള മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കാനും ഇൻസ്പെക്ടർക്ക് കഴിയണം. പിന്നെ 7th പോയിന്റ് ജസ്റ്റിസ് ആണ് 7th പോയിന്റ്. അത് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അത് ജസ്റ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണത് നീതിമാനായിരിക്കണം എന്നാണ്. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കണ്ടുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്ന വ്യക്തിയായിരിക്കണം ആര്, ഈ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ചില ഇൻസ്പെക്ടർമാരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ചിലപ്പോ ചില സ്കൂളുകളിൽ ജോലി ചെയ്യുക അല്ലെ. അപ്പൊ അവരോട് മാത്രം വേർതിരിവ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് വേറെ കാഴ്ചപ്പാട് അങ്ങനെ ഒന്നും ആയിരിക്കരുത്. എല്ലാവരെയും ഒരേപോലെ കാണണം. ഈക്വൽ ജസ്റ്റിസ്. ഇനി 8th പോയിന്റ് ഓൾ റൗണ്ട് പ്രോഗ്രസ്. അതാണ് 8th പോയിന്റ് വരുന്നത്. അതായത് സ്കൂളിന്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടി ആയിരിക്കണം ഇൻസ്പെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നടത്തി അവസാനിപ്പിക്കേണ്ട ഒരു പ്രോസസ് അല്ല ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഒരു 2-3 days എങ്കിലും അറ്റ്ലീസ്റ്റ് മാറ്റി വെക്കണം. എങ്കിൽ മാത്രമാണ് വളരെ ചെറിയ രീതിയിലാണെങ്കിലും ഒരു സ്കൂളിന്റെ ശരിക്കുള്ള പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇൻസ്പെക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനനുസരിച്ച് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അയാൾക്ക് കറക്റ്റ് സജഷൻസും അതിനുവേണ്ടി കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് നടത്തി പോകുന്ന ഒരു പ്രോസസ്സ് ആവാൻ പാടില്ല ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇനി 9th പോയിന്റ് റിയാലിറ്റി ആണ്. റിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്പെക്ടർ സ്കൂൾ സറൗണ്ടിങ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സ്കൂളിന്റെ ലോക്കൽ കണ്ടീഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഇൻസ്പെക്ടർ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതനുസരിച്ചിട്ട് വേണം അയാൾ ആ സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസുകൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള സജഷൻസ് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ സ്കൂളിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം. അത് ഇപ്പൊ റൂറൽ ഏരിയ, അർബൻ ഏരിയ, അങ്ങനെ പല പല ടൈപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഓരോ സ്കൂളിനും പറ്റിയ രീതിയിലുള്ള സജഷൻസ് വേണം ഇൻസ്പെക്ടർ കൊടുക്കാനായിട്ട്. ഇനി 10th പോയിന്റ് ഇന്റഗ്രേഷൻ ആണ് എഴുതിയേക്കണത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ എഴുതിയിട്ടില്ല മിസ്സേ.
എക്സ്പ്ലനേഷൻ point. അല്ലേ? ഇല്ല. അതായത് എല്ലാ കാര്യങ്ങളും കുട്ടികളെ നിരീക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓരോ സബ്ജക്റ്റിലുമുള്ള അവരുടെ എന്താണ് കഴിവുകള്, അതിപ്പോ പലതരത്തിലാവാം. സയൻസ് സബ്ജക്റ്റിലാവാം, ചിലവര് അഗ്രികൾച്ചർ, അതായത് ചില സ്കൂളുകളിലൊക്കെ നമുക്ക് കാണാറുണ്ട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ, ഗാർഡനിങ്, അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, സ്കില്ലുകളൊക്കെ ഉണ്ടാവും. പിന്നെ ചില കുട്ടികൾക്കാണെങ്കിൽ ഡ്രോയിങ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ടർ നിരീക്ഷിക്കണം എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ, കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ അത് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ലിങ്കേജ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂളിന് അല്ലെങ്കിൽ ഇൻസ്പെക്ടർക്ക് സൊസൈറ്റിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വേണം. ഒരു ഇൻസ്പെക്ടർ അതെങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സ്കൂള് അത് എന്താ ലൊക്കേറ്റ് ചെയ്യുന്ന സൊസൈറ്റി ആയിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ഒരു ഇൻസ്പെക്ടർ അറിഞ്ഞിരിക്കണം. ഇനി 12th പോയിന്റ് പ്ലാനിങ് ആണ്. പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്പെക്ഷൻ നടത്തുന്നതിന് മുമ്പ് അയാൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം. എന്തൊക്കെ ചെയ്യണം, എത്ര ദിവസത്തിനുള്ളിൽ ഇത് ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം, എന്തൊക്കെ മെത്തേഡ്സ് അതിനു വേണ്ടി ഉപയോഗിക്കണം, അതിനുള്ളതിനെ കുറിച്ചെല്ലാം അയാൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. എങ്കിൽ മാത്രമാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ എഫിഷ്യന്റ് ആയിട്ട് അതുപോലെ എഫക്റ്റീവ് ആയിട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് കോപ്പറേഷൻ. ഇൻസ്പെക്ഷനിൽ വേണ്ട വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻസ്പെക്ടറും അയാൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ആ സ്ഥാപനത്തിലുള്ള സ്റ്റാഫുമായിട്ട് വളരെ കോപ്പറേറ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. അതൊരു ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമായിട്ടുള്ള ഒരു പ്രോസസ് അല്ല, അതൊരു ടീം വർക്ക് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അയാളും അയാളുടെ കീഴിൽ വരുന്ന ഇപ്പൊ സ്കൂളില് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ സ്റ്റാഫ്, ടീച്ചേഴ്സ് അവരൊക്കെ ആയിട്ട് ഒരു കോപ്പറേഷൻ അത്യാവശ്യമാണ്. ഇത്തരം പോയിന്റ്സ് ആണ് ഞാൻ എഴുതിയേക്കുന്നത് മിസ്. അടുത്തതും കൂടി ഒന്ന് വായിക്കൂ കേട്ടോ. ക്വാളിറ്റി ഓഫ് ഗുഡ് ഇൻസ്പെക്ടറില് നമ്മുടെ 8th പോയിന്റ് വരെ ഒന്ന് പെട്ടെന്ന് ഒന്ന് റീഡ് ചെയ്യാം. അത് ഞാൻ ഹെഡിങ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഹെഡിങ് മാത്രമേ എഴുതിയിട്ടുള്ളൂ? ഓക്കെ. ഇത് നിങ്ങൾക്ക് വരുന്നത്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ക്വാളിറ്റിയാണ്. അതായത് കുറേയധികം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ വിഷൻ ഉണ്ടായിരിക്കണം. അതായത് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ആർക്ക്, ഇൻസ്പെക്ടർക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂൾ പരിശോധിക്കാനായിട്ട് വരുന്നത്, എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്രോപ്പർ ഇൻസ്പെക്ഷൻ നടത്തുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തുന്നത് എന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാൻ ഓഫ് ഫെയ്ത്ത് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കുന്നതാണ്. മാൻ ഓഫ് എക്സ്പെരിമെന്റ്, മാൻ ഓഫ് പ്ലാനിങ്, അതുപോലെ തന്നെ മാൻ ഓഫ് സിംപതി, ദെൻ കൺസ്ട്രക്റ്റീവ് മൈൻഡ്, ഓർഗനൈസിങ് കപ്പാസിറ്റി, അതൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ പല സബ്ജക്റ്റുകളിൽ അദ്ദേഹത്തിന് കഴിവുണ്ടായിരിക്കണം. ഓക്കെ, കുറേയധികം ഒരു ഏരിയ മാത്രമല്ല, പല രീതിയിലുള്ള എന്താ പറയാ, പല ഏരിയാസ് ഉണ്ടാവുമല്ലോ, പല സബ്ജക്റ്റുകളും കാര്യം, ലാംഗ്വേജ് ഏരിയ ഉണ്ടാവും, സയൻസ് ഏരിയ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളിൽ അറിവുള്ള വ്യക്തി കൂടി ആയിരിക്കണം അദ്ദേഹം. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. ഇപ്പൊ ഇത്രയും കാര്യങ്ങള് ഫാത്തിമ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നന്നായിരുന്നു കേട്ടോ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ചു. പറ്റിയില്ല മിസ്സേ, പക്ഷെ നല്ലോണം മനസ്സിലായി. ഞാൻ പെട്ടെന്ന് പോയിന്റ് എഴുതിയെടുത്തു. ഓക്കെ. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് വായിച്ചാൽ നമുക്ക് ടൈം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്താ പറയാ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. എല്ലാവരും നന്നായിട്ട് തന്നെ വായിക്കുക. ഓക്കെ, നന്നായിട്ട് റീഡ് ചെയ്യുക. ഞാൻ ശനിയാഴ്ച കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് ഇന്ന് ക്ലാസ് തീർക്കേണ്ടി വന്നു. അപ്പോ ചോദിച്ച മിസ് വരണേ, സമ്മതിച്ചാല്. എന്താണ് സമയം ചോദിച്ച് സമ്മതിച്ചാല് വരണേ. ഞാൻ വരാം കേട്ടോ. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വരാം. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ.